ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദേവസ്പർശം. ഡിസ്ക്ലൈമർ: ഞാൻ കേരളത്തിൻ്റെ പുറത്ത് താമസിച്ചതുകൊണ്ട് എൻ്റെ മലയാളത്തിൻ്റെ ഉച്ചാരണം തെറ്റും, ക്ഷമിക്കണം. സ്പിരിച്വൽ സീക്രറ്റ്സ് ഓഫ് ലൈറ്റിംഗ് എ ലാമ്പ്. വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ പിന്നിലുള്ള ആത്മീയ രഹസ്യങ്ങൾ. നിങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്കാരത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് നിലവിളക്ക്. നിലവിളക്ക് തെളിയിക്കുമ്പോൾ വീടുകളിലെ ദൈവസാന്നിധ്യം, ഐശ്വര്യം, പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നു. നിലവിളക്കിലെ ഓരോ ഭാഗങ്ങളും 3 പ്രധാന ദേവന്മാരായ ത്രിമൂർത്തികളും പത്നിമാരും പ്രതിനിധീകരിക്കുന്നു. നിലവിളക്ക് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപന്മാരായ മഹാവിഷ്ണുവിനെയും ലക്ഷ്മിദേവിയെയും, വിളക്കിൻ്റെ തിരി സൃഷ്ടിയുടെ അധിപനായ ബ്രഹ്മാവിനെയും, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അധിപയായ സരസ്വതി ദേവിയെയും, എണ്ണ ശക്തിയെയും സംരക്ഷണത്തിൻ്റെയും പ്രതിനിധീകരിക്കുന്ന പാർവതി ദേവിയെയും, വിളക്കിൻ്റെ ജ്വാല സംഹാരത്തിൻ്റെയും ശക്തിയുടെയും ദേവനായ ശിവനെയും പ്രതിനിധീകരിക്കുന്നു. ഈ പ്രകാശത്തിൽ നിന്നാണ് സർവജ്ഞാനവും ഐശ്വര്യവും ഉണ്ടാകുന്നത്. നിലവിളക്ക് തെളിയിക്കുമ്പോൾ അറിവും സരസ്വതി ദേവി, സമ്പത്തും ലക്ഷ്മിദേവി, ശക്തിയും പാർവതി ദേവിയും ഒത്തുചേരുന്നു എന്നാണ് സങ്കല്പം. 33 കോടി ദേവന്മാർ വിളക്കിൽ വസിക്കുന്നതുകൊണ്ട് നിലവിളക്കിൻ്റെ ഭാരം ഭൂമിദേവിക്ക് താങ്ങുകയില്ല എന്നാണ് വിശ്വാസം. അതിനാൽ നിലവിളക്ക് തറയിൽ നേരിട്ട് വയ്ക്കാതെ ഒരു പീഠത്തിലോ തട്ടിലോ ഇലയിലോ പൂക്കളുടെ മുകളിലോ വയ്ക്കുന്നതാണ് ഉചിതം. താങ്ക്സ് ഫോർ വാച്ചിങ്.